സർ, ഒരു കാലത്ത് BJP ഹിന്ദുമത പാർട്ടി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പുതിയ ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ കൂടുതൽ ഒരു ക്രിസ്ത്യൻ മുഖങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അല്ല, ക്രിസ്ത്യാനികൾക്ക് മുമ്പ് BJP മുസ്ലിങ്ങൾക്കുള്ളതിൻ്റെ അത്ര എതിർപ്പില്ല. പക്ഷേ അവർ ഹാപ്പി കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസ് അങ്ങനെ ഒരു മതത്തിൻ്റെ പേരുള്ള പാർട്ടിയുമല്ല. എന്നാൽ അവർക്ക് ഇഷ്ടം പോലെ സ്പേസും ഉണ്ട്. അപ്പം ബയലാരവിനെ വെട്ടിയാണ് ഈ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വാസം പോലും ഇല്ലാതെ AK ആന്റണി ക്രിസ്ത്യാനി ആയതുകൊണ്ട് കയറ്റിവിട്ടത്. അതുകൊണ്ട് അവരതിൽ ഹാപ്പി ആയിരുന്നു. പിന്നെ അവർക്ക് ഇഷ്ടംപോലെ ഫണ്ടൊക്കെ വരാനുണ്ട്, ഇഷ്ടംപോലെ ബിസിനസ് പല സ്ഥലത്തുണ്ട്. അതൊക്കെ ഫസിസ്റ്റ് ചെയ്യാൻ നാഷണൽ പാർട്ടിയുടെ സപ്പോർട്ടും വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഈ CPM-നോട് താല്പര്യമില്ലാതിരുന്നത്. പിന്നെ ഇവിടെ മാത്രമുള്ള പ്രതിഭാസമാണത്. മാത്രമല്ല ഇവരുടെ മുഷ്ക അച്ചായന്മാരെടുത്ത് നടക്കുമോ? കാഞ്ഞിരപ്പള്ളിയിലൊക്കെ വലിയ പ്ലാന്റേഷൻ്റെ അടുത്ത് ഈ വെറ്റിലല്ല വീടി തെറിക്കുന്നവൻ വന്ന് സംസാരിക്കാൻ പോയി പണിയൊക്കെ പോയി. അപ്പം അവർക്ക് പറ്റിയ കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിലൊന്നുമല്ല, സ്റ്റേറ്റിലും ഭരണമില്ല. BJP-നോട് ഇവർക്ക് ദേഷ്യമില്ല. BJP സെൻട്രലിലുണ്ട്. മാത്രമല്ല ഈ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്വയം ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJP ബ്രാഹ്മണിക് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം മീഡിയ വണ്ണിൽ ഇരുന്ന ആളുകൾ പറയുകയാണ് BJP ഒരു ബ്രാഹ്മണിസത്തിൻ്റെ അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പേര് വിടുന്ന BJP ആവാം. എനിക്കറിയില്ലേ അല്ലേ, കൊള്ളാം, നമ്മൾ ബ്രാഹ്മണസാണ് BJP ബ്രാഹ്മൺസ്. അപ്പോൾ ഇങ്ങനെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇങ്ങനെ വേറെ സഹായം ചെയ്യുന്നുണ്ട്. ഇവരെ വിചാരം ഇവർ മുസ്ലിംസ് മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ. ക്രിസ്ത്യാനി നന്നായി ഇത് കാണുന്നുണ്ട് വിമർശിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരെന്ത് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ക്രിസ്ത്യൻസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഒരു ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു അടുപ്പം അവർക്ക് BJP-നോടുണ്ട്. BJP-ക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അവർ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത, മറ്റു സംസ്ഥാനങ്ങൾ നോമിനേറ്റ് ചെയ്ത രാജേട്ടൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. ഒന്ന് മറ്റേ കണ്ണന്താനവും, രണ്ടാമത് ജോർജ് കുര്യൻ. പിന്നെ ജോർജ് കുര്യനൊക്കെ ആദ്യമേ ഈ പാർട്ടിയിലുണ്ട്. ഇപ്പം ജോർജ് കുര്യനെപ്പോൾ തന്നെ ഒരു ആലുവക്കാനായ നസീർ ഉണ്ടായിരുന്നു. പക്ഷെ നസീറിന് അങ്ങനെ അംഗീകാരം കിട്ടിയില്ല. കാരണം നസീറിൻ്റെ പിന്നിൽ വോട്ട് ബാങ്ക് ഇല്ല BJP വോട്ട് ചെയ്യുന്നത്. എന്നാൽ ജോർജ് കുര്യൻ്റെ പിന്നിൽ ജോർജ് കുര്യൻ്റെ സഭകളുമായിട്ട് നല്ല ബന്ധമാണ്. നസീർ ഞാൻ കേട്ടത് ഈരാട്ടുപേട്ട മറ്റോ പൗരത്വ വലിയ അനുകൂലമായി പ്രസംഗിക്കാൻ പോയി. അതിന് ജുമായ്ക്ക് പള്ളിയിൽ പോയപ്പോൾ അവിടെ അഡിക്റ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അഡിക്റ്റ് ചെയ്തതിന് ഇദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞത് അത് അഡിക്റ്റ് ചെയ്ത് തന്നെ ബാധിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ അനുഭവം ജോർജ് കുര്യനില്ല. പക്ഷേ ഈ സംഘപരിവാർ എന്നൊക്കെ പറയുമ്പോൾ മത തീവ്രവാദ പാർട്ടി എന്നൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം എൻ്റെ കാലഘട്ടം ക്രിസ്ത്യാനികൾ തന്നെ പറയും BJP ഭയങ്കരമായിട്ട് ഒരു മത പാർട്ടി എന്നുള്ള രീതി, തീവ്രവാദ പാർട്ടി എന്ന് ഒരു കാലത്തും താമര കേരളത്തിൽ വിരിയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്. സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തിൻ്റെ പിന്നിലും ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു പിന്തുണയുണ്ട്. അപ്പോൾ കൂടുതലും ക്രിസ്ത്യൻ BJP-യിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ? അത് ഒരു പക്ഷേ മോദിയുടെ കഴിവ് തന്നെയല്ലേ? അത് കാര്യം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ BJP കുറ്റം പറയാൻ ലക്ഷ്യമില്ല. അന്ന് ഉണ്ടായിരുന്നു. അത് BJP ഒന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഇയാളുടെ ഒന്നും കുറ്റം അത് BJP ഒന്നുമല്ല. BJP എന്ത് കുറ്റം പറയും? നമ്മൾ ട്രംപിന് എന്തൊക്കെ കുറ്റം പറയാണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മളങ്ങനെ മോഡിനെയും പിണറായി വിജയനും പറയും ഇവിടെ ഇരുന്നിട്ട്. അയാളെന്ന് പറയും ഇല്ലല്ലോ. ട്രംപിന് നമ്മൾ അയാളെന്ന് വിളിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ്? ട്രംപ് നമ്മുടെ ജീവിതം വലിയ സ്വാധീനം ചെലുത്തുന്ന ആളല്ല. പിണറായി വിജയനും മോഡിയൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണഘടന വ്യക്തികളല്ല, സ്ഥാനമാണ്. അവർക്ക് ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കണ്ടേ? കൊടുത്തേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇന്നിപ്പോൾ BJP-നെ അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ എത്രത്തോളം എതിർക്കുമ്പോഴും ഞാൻ രജനി എത്ര തന്നെ നിർത്താലും എനിക്ക് ഇഷ്ടപ്പെടാവുന്ന എന്തെങ്കിലുമൊക്കെ രജനിയിൽ ഉണ്ടാവും. അത് ഇഷ്ടപ്പെടാവുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഞാൻ അത് അഡ്രസ്സ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വെറുക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് നോക്കി അത് അഡ്രസ്സ് ചെയ്യും. നമുക്ക് എന്താണോ വേണ്ടത്. സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടാതെ ഒരുപാട് സാധനം അവർ സ്വയം ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ആളുകളാണ്. വെറും ബ്രാഹ്മൺസ് അല്ലെ, ഹിന്ദുക്കളിലുള്ള ബ്രാഹ്മൺസ് രണ്ടാമതാണെന്നും പ്രധാനപ്പെട്ട ബ്രാഹ്മൺ കുടുംബങ്ങളാണ് ക്രിസ്ത്യാനിയായെന്ന് പറയുന്ന ആളുകളാണ് അവർ. സെൻറ്റ് തോമസ് ഒന്നും മാറ്റിയ കഥയാണ്, ചരിത്രം നല്ല കഥയാണ്. അങ്ങനെ പറയുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJP അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. രണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവേ ഗ്ലോബലി ശത്രുക്കളായി കാണുന്ന മുസ്ലിങ്ങളെയാണ്. ഇവിടുത്തെ BJP എന്തെന്നുള്ളതല്ല, BJP പ്രധാന മുസ്ലിങ്ങളെ ശത്രുക്കളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ മുസ്ലിം ശത്രുവാണ്, അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു ഇവർ കരുതിയ കോൺഗ്രസ് ഇപ്പം ഇല്ല എവിടെയും. മാത്രമല്ല കോൺഗ്രസ് ഈ മുസ്ലിങ്ങളെ കയ്യിലേക്ക് പോകുന്നതെന്ന് ചില പ്രചാരണം കോൺഗ്രസിൻ്റെ എതിരാളികൾ അയച്ചു വിട്ടൊരു സ്വാധീനം അവിടെ ഉണ്ട്. ലീഗിന് സ്വാധീനം കൂടുന്നു, അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് BJP കൂടെ ക്രിസ്ത്യൻ സാകർഷിക BJP ഇവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. 2 MP-മാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തു എന്ന് മാത്രമല്ല, വാജ്പേയി ആദ്യം പ്രധാനമന്ത്രിയായ സമയത്ത് ആസൂത്രണ കമ്മീഷനിലേക്ക് കേരളത്തിൽ പറഞ്ഞു വിട്ടത് സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യാനിയാണ്.
അപ്പോൾ അങ്ങനെ എപ്പോഴും ഇവർക്ക് നേരെ ഒരു വാതിൽ BJP ഓപ്പൺ ചെയ്ത് വെച്ചു. പിന്നെ ജോർജ് കുര്യനെ പോലുള്ള കുറേ ആളുകൾ പണ്ടേ BJPയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ജോർജ് കുര്യനെ നിങ്ങളറിയുന്നത് ഇപ്പോഴായിരിക്കും, ഞാനറിയുന്നത് 2014 എൻ്റെ കൂടെ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ്. അതിൻ്റെ മുമ്പേ രാജേട്ടൻ വന്നു കഴിയുന്ന സമയത്തൊക്കെ ജോർജ് കുര്യനാണ് കാര്യങ്ങൾ ഡൽഹി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോർജ് പക്ഷേ വളരെ എന്താ പറയുക, വളരെ സൈലൻ്റായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന്. അപ്പോൾ ഓൾറെഡി അതിനുള്ളൊരു പാത വെട്ടിക്കഴിഞ്ഞത്. പിന്നെ ഈ BJPയും ഈ ക്രിസ്ത്യൻ സഭകളും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മതപരിവർത്തനമാണ്. രണ്ടാളങ്ങോട്ട് കിട്ടാൻ ഭയങ്കര താല്പര്യമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയൊക്കെ നമ്മളെ മതത്തെ ലോകത്ത് വേറെ ആരുണ്ടായാലും നമ്മളെ മതം മാത്രമേ ഉണ്ടാവും, നമ്മൾ മാത്രമേ സത്യവിശ്വാസികളെന്ന് കരുതുന്ന ആളുകളാണ്. ജൂതന്മാരെ കൊണ്ട് ഈ ശല്യമല്ല, ഹിന്ദുക്കളെ കൊണ്ട് ഈ ശല്യമല്ല. ഇത് നമ്മളെ രണ്ടാളുകളെ കൊണ്ടാണ് ഈ ശല്യം, മുസ്ലിങ്ങളെ കൊണ്ട് ക്രിസ്ത്യാനികളെ കൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം സിറിയൻ കത്തോലിക് ചർച്ചിനില്ല. അവരാളെ കൂട്ടുന്നില്ല. അവർ വല്ലവരും കല്യാണം കഴിച്ച് വന്നാൽ ആ പെണ്ണിനെ ഒന്ന് ആമോദീസ മുക്കും. ഈ പെണ്ണിനെ ആമോദീസ വെക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല, കുട്ടികളെ മുക്കിയാൽ മതി. ഈ പണ്ട് കാലങ്ങളിലൊക്കെ സഭാ അധ്യക്ഷന്മാരൊക്കെ പറയുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവർ ഇടയലേഖനങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എത്രമാത്രം, കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു പ്രഭാവമൊക്കെ ഉണ്ട്. ഇപ്പോൾ യുവതലമുറയൊക്കെ ഇപ്പോൾ ഈ അച്ഛന്മാരൊക്കെ പറയുന്നത് എത്രമാത്രം കേൾക്കാൻ സാധ്യത, BJPക്ക് വോട്ട് കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പുതുമുഖങ്ങളെ നിർത്തിയത് കൊണ്ട് BJPക്ക് അനുകൂലം അങ്ങനല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ BJPക്ക് ഒരു ആക്സെപ്റ്റൻസ് അവിടെ കൂടി വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ കാലമാണ്. കോൺഗ്രസിൻ്റെ തകർച്ച, മുസ്ലിംസിൻ്റെ വിസിബിലിറ്റി കേരളത്തിൽ കൂടിയത്. കാരണം മുസ്ലിംസും ക്രിസ്ത്യൻസും ബേസിക്കലി സിറിയൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരാണ് കേരളത്തിൽ വൈശ്യന്മാരുടെ കച്ചവടക്കാരെ പണി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈഴവർ ഇന്ത്യൻ ട്രേഡ്, ഇവർ എക്സ്റ്റേണൽ ട്രേഡ് ചെയ്തു. അപ്പോൾ ജൂതന്മാരിപ്പോൾ അല്ല, ഈഴവർ ഇവിടെ ഇന്റേണൽ ട്രേഡാണ് പൊതുവേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോറിൻ ട്രേഡൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികളും സിറിയൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ഇവർ തമ്മിൽ ശത്രുത ഈ വിഷയത്തിൽ പണ്ടേ ഉണ്ട്. അപ്പം പക്ഷേ ഇപ്പോൾ അന്ന് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസമില്ല, പിന്നോക്കം നിന്ന ആളുകൾ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് വന്നു. അപ്പോൾ വിസിബിലിറ്റി കൂടി അതുണ്ടാകും. അതായത് ക്രിസ്ത്യൻസിൻ്റെ പോപ്പുലേഷൻ കുറയുന്നു. അത് കുടുംബാസൂത്രണമൊക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ്. മുസ്ലിംസ് അത് വൈകിയാണ് നടപ്പിലാക്കി, അതുകൊണ്ട് എണ്ണം കൂടുതൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ മുസ്ലിംസിന് ലോകത്ത് വേറെ രാജ്യത്തേക്ക് പോകാനില്ല, പോയാലോട്ട് സിറ്റിസൺഷിപ്പും കിട്ടിയത് കൊള്ളാവുന്ന രാജ്യങ്ങളൊന്നും. അറബ് രാജ്യങ്ങളാണ് ആർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുക, മനസ്സിലായില്ലേ, സൗദിയും. അപ്പോൾ അവർക്ക് ഇവിടുന്ന് എവിടെയും പോകാനില്ല. അപ്പം അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു താരതമ്യേന പോപ്പുലേഷൻ റേറ്റ് കൂടുതലുമാണ്. ക്രിസ്ത്യൻസിൻ്റെ കുറഞ്ഞു വരുന്നു. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ കുറയുന്നതനുസരിച്ച് നിയമസഭാ സീറ്റുകളുടെ എണ്ണം ക്രിസ്ത്യൻ മേഖലയിൽ കുറയുന്നു, മുസ്ലിം മേഖലയിൽ കൂടുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു മുസ്ലിം പേടി അവർക്കുണ്ട്. പിന്നെ ഈ പറയുന്ന വിസ്റ്റൺ ഗ്രൂപ്പ്, ജമാഅത്ത് ഇസ്ലാമി എന്ന പറഞ്ഞുള്ള ആളുകൾ അവരെ പേടിപ്പെടുത്തുന്നുണ്ട്. ലവ് ജിഹാദ് പോലെയുള്ള ചില വിവാദ വിഷയങ്ങൾ ഉണ്ടോ ഇല്ലെന്നൊക്കെ വേറെ കാര്യം, അത് ക്രിസ്ത്യാനികളെ ഭയങ്കര ഭയപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു മുസ്ലിം ഭീഷണിക്കെതിരെ നമ്മളെ സഹായിക്കാൻ ഇവരേ ഉള്ളൂ എന്നുള്ളൊരു ഫീല്. ഇപ്പോൾ സാറ് ഒരുപക്ഷെ പറയുന്നത് കാത്തലിക്സ്, ഇപ്പോൾ സിറിയൻ കാത്തലിക്സ്, മർത്തോമ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗങ്ങൾ ഒരുപക്ഷെ BJPയുടെ ആശയങ്ങളോട് ചിലപ്പോൾ ചേർന്ന് നിൽക്കുമായിരിക്കും. പക്ഷെ ഇപ്പുറത്ത് പെന്തക്കോസ്റ്റ് ഇങ്ങനെയുള്ള പെന്തക്കോസ്റ്റുകാർ, ലാറ്റിൻ ക്രിസ്ത്യൻസ്, ഇവരൊന്നും അത്ര എളുപ്പമല്ല. കാരണം അവർ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് അല്ല. മാത്രമല്ല അവർ കൺവേർഷൻ നടത്തുന്നുണ്ട്. ലാറ്റിൻ ക്രിസ്ത്യൻസ് അത്ര നടത്തുന്നില്ല, പെന്തക്കോസ്റ്റുകാരും CSI സഭയൊക്കെ നടത്തുന്നുണ്ട്. BJP അതിനെതിരാണ്. നിങ്ങൾ സഹായമൊക്കെ ചെയ്തോ കൺവേർട്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ ഫണ്ടൊക്കെ കാണുമ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതൊന്നും ഇപ്പോൾ റിലീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ഫണ്ട് സെൻട്രൽ ട്രാവൻകൂറുകാർ, മറ്റവരുടെ ഫണ്ട് അങ്ങനെയല്ല. ഈ സിറിയൻ ക്രിസ്ത്യാനികളുടെ ഫണ്ട് ആതുര സേവനത്തിനുള്ളതാണ്. ഒരുപാട് ആതുരാലയങ്ങൾ അവർ നടത്തുന്നുണ്ട്, വേറെ ഉദ്ദേശമില്ലാതെ. BJPയുടെ നേതൃനിരയിലേക്ക് ഇപ്പോൾ ഷോൺ ജോർജ്, അനൂപ് ആന്റണി പോലുള്ള ഒരു നേതൃനിരയിലേക്ക് ഇനിയിപ്പോൾ കേന്ദ്രത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിൽ വരുന്നവർക്ക് BJPയുടെ ആശയങ്ങളോട് യോജിച്ചല്ലേ വരുന്നത്. അനൂപ് ആന്റണി ശരിക്കും ട്രെയിൻഡ് ആണ്. ഹിന്ദു ആശയങ്ങളല്ലേ കൂടുതൽ? ഹിന്ദു ആശയങ്ങളൊന്നല്ല, ഇന്ത്യൻ ആശയങ്ങളാണ്. ഹിന്ദു ആശയം എന്ന് വെച്ചാൽ എന്താണ്? അത് ക്രിസ്ത്യാനി മുസ്ലിം പോലൊന്നും അല്ലല്ലോ. അത് സാർവലൗകികവും സാർവദേശീയവുമാണ്. അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടാണ്. ഹിന്ദുമതം എല്ലാ മതങ്ങളുടെയും മാതാവാണ്, മനസ്സിലായില്ലേ? എല്ലാ മതങ്ങളുടെയും മാതാവാണ് ഹിന്ദുമതം. ഏറ്റവും പൗരാണികമായ മതമാണ്. അത് ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നതല്ല, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഹിന്ദുമതം ഉണ്ടായത്. അങ്ങനെയല്ലത്. ശിലായുഗ കാലഘട്ടം തൊട്ടേ വളരെ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നൊരു മതമാണ് ഹിന്ദുമതം. അതിൽ പല പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് പ്രാദേശിക ദൈവങ്ങൾ. ഇതെല്ലാം കൂടിയാണ് മുക്കോടി ദൈവങ്ങൾ ഉണ്ടാവുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാർക്കും ഒരു ദൈവവും ഒരു മതവും ഒരു ഗ്രന്ഥമാണ്. ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. പല ദൈവങ്ങൾ, പല മതം, പല ഗ്രന്ഥമാണ്. ഒരു 3 ദൈവങ്ങളെ കൂടെ അങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട്. അതാണ് BJP RSS ഇവരുടെ താത്വിക ആചാര്യനെ ഗുരുജി തന്നെ പറഞ്ഞത്. അവരാ വിശ്വാസമൊക്കെ കൊണ്ട് അള്ളാഹയെ ജീസസിനെ കലായിച്ച് വിടാൻ നോട്ടെ. നമ്മളെ സാംസ്കാരിക ധാരയെ ബഹുമാനിക്കണം, അത്രയേ ഉള്ളൂ. അല്ല ഇന്ത്യക്കാർ വൃത്തികെട്ടവന്മാരാണ്. ഹനുമാൻ കുരങ്ങ് ദൈവമാണ്, ശിവൻ പാമ്പ് ദൈവമാണ്,
ചാണകം കഴിക്കുന്നവരെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് പലരും ഈ മതപരിവർത്തനം നടത്താൻ വേണ്ടി. നമുക്ക് ഞാൻ വെട്ടുകാട് പള്ളിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളാണ് പോകുന്നത്. അല്ല, അത് പ്രശ്നമല്ല. അത് ഹിന്ദുക്കളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ദർഗയിൽ പോകാറുണ്ട്. തിരിച്ച് ഞങ്ങളൊക്കെ കാവിൽ ഞങ്ങൾ ഉള്ളിൽ പോവില്ല, നമ്മളെ വിശ്വാസത്തിന് ഉള്ളിൽ പോകാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ മുസ്ലിങ്ങളെ കൂട്ടാൻ പറ്റും, കയറ്റിയില്ല. പക്ഷെ ഞങ്ങളവിടെ എണ്ണ കൊടുക്കാറുണ്ട്, അതിനൊരു സ്പേസ് ഉണ്ട്, നേർച്ചകൾ കൊടുക്കാറുണ്ട്. അതാണ് ഈ ബേസിക്കലി ഇവിടെ ഏത് മതക്കാരനായാലും ബേസിക്കലി പഴയ ഹിന്ദു ആണല്ലോ, അവൻ കൺവേർട്ട് ചെയ്തല്ലേ. പല കാരണങ്ങൾ കൊണ്ട് കൺവേർട്ടായി. ഇപ്പോൾ തന്നെ നിങ്ങൾ തിരുവിതാംകൂർ തന്നെ നോക്കിയാൽ ചില മേഖലകളിൽ ചേട്ടൻ ക്രിസ്ത്യാനിയും അനിയൻ ഹിന്ദു ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ അതില്ല. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അത് നമ്മുടെ നാട്ടിൽ സിസ്റ്റമാണ്. ഇവിടെ കേരളത്തിന് ആരും അതിക്രമിച്ച് വന്നിട്ടില്ലല്ലോ. ക്രിസ്ത്യാനിറ്റി കച്ചവടത്തിന് ഭാഗമായിട്ട് വന്നതാണ്, ഇസ്ലാം കച്ചവടത്തിന് ഭാഗമായിട്ട് വന്നതാണ്, ജൂതന്മാർ അങ്ങനെ വന്നതാണ്, പാർസികൾ അങ്ങനെ. ഉത്തരേന്ത്യയിലാണ് അതൊക്കെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനിക്കോ മുസ്ലിങ്ങൾക്കോ ഈ BJPയോട് കൂടുതൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ ഇവിടെ BJPയും നടത്തുന്നുണ്ട്. അവരുടെ എതിരാളികൾ നടത്തുമ്പോൾ സ്വാഭാവികം BJP ഹിന്ദു പാർട്ടിയാണ്, ആൻറ്റി മൈനോറിറ്റിയാണ്, ആൻറ്റി മുസ്ലിമാണ് എന്നുള്ള ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അതാണ്. പക്ഷേ ഒരു ഘട്ടത്തുമ്പോൾ ആളുകൾ അതൊക്കെ മറികടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന് കുറച്ച് കഴിയാതെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുതിയ ചെറുപ്പക്കാരുടെ ഇടയിലും സമാധാനത്തോടു കൂടി ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിലും തെറ്റിദ്ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആര് മേടിച്ചാലും ഇവിടെ മനുഷ്യന്മാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.